ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എയർ ഫ്രയറിൽ സോയ ചങ്ക്സ് വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി പോവാണ്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ കുറച്ച് സോയ എടുത്തിട്ട് വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുവാണ്. അപ്പോൾ അത് നന്നായിട്ട് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ പതയായിട്ട് വരും കേട്ടോ. നല്ലോണം വേവണം. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് നല്ലോണം വെള്ളമൊക്കെ ഊറ്റിയെടുക്കാം കേട്ടോ. വെള്ളം ഊറ്റിയെടുത്ത് ഡ്രൈ ആക്കി പിഴിഞ്ഞെടുക്കുക. അതിന് ശേഷം ഇത് ഇവിടെ മസാല പുരട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തൊക്കെ ഇട്ടതെന്ന് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കൊട്ടി കൊടുക്കുവാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് പരത്തി ജസ്റ്റ് എല്ലായിടത്തും ആവുന്ന പോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓൾമോസ്റ്റ് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്രേ ആവശ്യമുള്ളൂ നമുക്ക്. എന്നിട്ട് ഞാൻ ഇവിടെ എയർ ഫ്രയറിൽ സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എയർ ഫ്രയർ ഓൺ ആക്കുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റത്തെ പരീക്ഷണമാണ്, എന്താവുമെന്നറിയില്ല, നമുക്ക് നോക്കാം. ഞാനിവിടെ മറ്റേ മെനു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. മെനു സെലക്ട് ചെയ്തിട്ട് 175 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ടൈമും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് 11 മിനിറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മളിത് എടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് എഗെയിൻ അതേ ടെമ്പറേച്ചറിൽ ഒരു 10 മിനിറ്റ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതാണ് നമ്മുടെ ഫൈനൽ സോയ ചങ്ക്സ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓയിലില്ലാണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പം ടാറ്റാ, ബൈ ബൈ.